9ാം ക്ലാസ് മാത്സിലെ ഒരു ടഫ് ചാപ്റ്റർ, നല്ല കോൺസെപ്റ്റുള്ള ചാപ്റ്ററാണ് സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങൾ. ഞാൻ ഈ ചാപ്റ്റർ 10 മിനിറ്റ് കൊണ്ട് സെറ്റാക്കി തരാം. അൻസാറിൻ്റെ ക്ലാസ് കേൾക്കുക. ഓൾ ഫോർമുലാസ് ആൻഡ് കോൺസെപ്റ്റ്സ് റെഡി ആവും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ ഓണസ്റ്റ് ഫീഡ്ബാക്ക് ഉണ്ടാവണം ഈ ക്ലാസ്സിൻ്റെ. ഓക്കെ, സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് 9ാം ക്ലാസ് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഫീസ് കുറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം കിട്ടും. നിങ്ങൾക്ക് വേഗം ജോയിൻ ചെയ്യാം. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എന്താ, അത് കിടക്കുന്നതിന് മുമ്പേ ഇത് കണ്ടാൽ ഞാനാണ് അല്ലേ, അൻസാറാണ്, ഓണത്തിനടുത്താണ്, ഇതും ഞാനാണ്, സെയിം ഫോട്ടോ അല്ലേ, പക്ഷെ ഇത് ഈക്വൽ ആണോ, ഒരു തുല്യമാണോ? അല്ല, ഈക്വൽ അല്ല. കാരണം ആദ്യത്തെ ഫോട്ടോ ഇത്ര വലുപ്പമുള്ളൂ, രണ്ടാമത്തത് ഭയങ്കര വലുപ്പം, ചെറുതാ മൂന്നാമത്തെ അല്ലേ. അപ്പോൾ ഇവർ സെയിം ആണ് പക്ഷെ സെയിം അല്ല, അതിനെ വിളിക്കും സിമിലർ ട്രയാങ്കിൾസ്. ഇവിടെ സെയിം സാധനം ഞാൻ വലുതാക്കി ചെറുതാക്കി, അപ്പോൾ ആള് സെയിം ആണ്, ഫോട്ടോ സെയിം ആണ്, പക്ഷെ വലുപ്പത്തിൽ മാത്രം വ്യത്യാസം. സൈഡും ചെരിവും മുടിയും ലുക്കും ഒക്കെ സെയിം ആണ്, സമ്മതിച്ചു. അതിനെ വിളിക്കും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ, സിമിലർ ട്രയാങ്കിൾസ്. ഇനി കുറേ ആൾക്കാർക്ക് വേറെ ഡൗട്ട് ഉണ്ടാവും, ഇത് രണ്ടാളും സെയിം ആണോ? അല്ല, ഇത് അലക്സാർ, അലക്സാർ വേറെ തന്നെ ആൾക്കാരാണ്. ഞങ്ങൾ സിമിലർ ആണെന്ന് എല്ലാവരും പറയും, പക്ഷെ അത് കൂട്ടാൻ പറ്റുമോ? ഇല്ല. മാത്തമാറ്റിക്സിൽ ഞങ്ങൾ സിമിലർ അല്ല. ഓക്കെ, മാത്തമാറ്റിക്സിൽ ഞാനും എൻ്റെ കുഞ്ഞു മനുഷ്യനും വലിയ മനുഷ്യനാണ് സിമിലർ ഉള്ളൂ. ഓക്കെ, ട്രയാങ്കിളിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ. നിങ്ങൾ കണ്ടാൽ മതി, സെയിം ഷേപ്പ് അല്ലേ, ഈ ട്രയാങ്കിൾ സെയിം ഷേപ്പ്, സെയിം ചെരിവ്, സെയിം ലുക്കാണ്, പക്ഷെ വലുപ്പം വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? നോക്കിയാൽ ഇവിടെ 70, ഇവിടെ 40, മൂന്നാമത്തെ ആംഗിൾ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നോക്കിയാൽ ഇവിടെ 70, ഇവിടെ 40, 110 പോയി അല്ലേ. അപ്പോൾ 180 മൈനസ് 110 എത്രയാണ്? ഇവിടെ വീണ്ടും എത്രയാണ് വരിക? 70 അല്ലേ വരിക? കറക്റ്റ് അല്ലേ ആൻസർ? 70. അപ്പോൾ നോക്കിയാൽ 70 ഇവിടെ 70, 140 ഇവിടെ 40 കറക്റ്റ്. അപ്പോൾ ഈ ആംഗിൾ നോക്കിയേ, ഇത് 70 ഇത് 40 ആണ്, വീണ്ടും ഇവിടെ എന്താ 70. സിമിലർ ട്രയാങ്കിൾസിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. സദൃശ്യ ത്രികോണങ്ങൾ എല്ലാം കോണുകൾ, ഇവിടെ 70 ഇവിടെ 40, ഇവിടെ 70 ഇവിടെ 40. സാറേ മൂന്നാമത്തെ ആംഗിൾ എന്താ കൊടുക്കാത്ത? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ നോക്കിയേ, 70 40 ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി തേർഡ് ആംഗിൾ ഈക്വൽ ആവും. ആയിരിക്കോളും. അതാണ് രസം. ഇവിടെ 70 അവിടെ 40 ഇതാ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ഉറപ്പിച്ചോ, മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. നമ്മൾ കണ്ടല്ലോ. അപ്പം ഫസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്, സിമിലർ ട്രയാങ്കിൾസിലെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ മൂന്ന് ആംഗിൾ ഈക്വൽ ആക്കണ്ട, രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. രണ്ട് ആംഗിൾ ധാരാളം, അങ്ങനെയാണ് മൂന്നാമത്തെ തന്നെ ആയിക്കോളും. ഓക്കെ, രണ്ട് ആംഗിൾ എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിമിലർ ട്രയാങ്കിൾസിൽ വേറെ സംഭവമുണ്ട്. നമുക്ക് ആംഗിൾ വിട്, നമുക്ക് സൈഡുകളെ പറ്റി പറഞ്ഞാൽ എന്തെങ്കിലും നോക്കാം. ഓക്കെ, ഇവിടെ 8 ഉണ്ട്, കണ്ടാ സെയിം ആണെന്ന് നമുക്കറിയാം. ഇവിടെ 8 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ഉണ്ട് അല്ലേ, അതിൻ്റെ പകുതി നമുക്ക് പറയാം. 6 ഉണ്ട്, അതിൻ്റെയും പകുതി സെയിം ബന്ധം അല്ലേ. ഇവിടെ 4 അവൻ്റെയും പകുതി. ഓക്കെ, അപ്പം നമുക്ക് പറയാം എല്ലാം സൈഡും, ആംഗിളിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എല്ലാം സൈഡും സ്കെയിൽ ചെയ്തിരിക്കുന്ന റേഷ്യോ അല്ലെ, ചെറുതാക്കിയതോ വലുതാക്കിയതോ സെയിം ഒരു നമ്പർ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കി, ഓക്കെ, ഇവൻ്റെ പകുതിയാക്കി, ഇവൻ്റെ മുക്കാലാണോ ആക്കിയല്ല, പകുതി, എല്ലാം പകുതിയാക്കി. തിരിച്ചാലോചിച്ച് നോക്കും, ഇവൻ്റെ ഡബിളാക്കി, 4ൻ്റെ ഡബിള്, 3ൻ്റെ ഡബിള്, ഓക്കെ, 2ൻ്റെ ഡബിൾ. ഓക്കെ, അപ്പം ഓൾ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് എല്ലാം ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇനി അല്ല സൈഡുകളെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ സെയിം നമ്പർ അല്ല, സെയിം ഫാക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 4, 3, 2 വേണമെന്നല്ല, അതിൻ്റെ സെയിം ഫാക്ടർ വെച്ചിട്ടാണ് വലുപ്പമാക്കുമ്പോൾ വലുതാവും, ചെറുതാകുമ്പോൾ ചെറുതാക്കുന്നു. ഓക്കെ, ആ സെയിം ഫാക്ടറാണ് വേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ SSS എന്ന് പറയുമ്പോൾ 3 സൈഡും സെയിം ഫാക്ടർ വെച്ചിട്ട് വലുതാക്കുന്നു ചെറുതാക്കുന്നു. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമുക്ക് ഈ സംഭവം നോക്കാം. ഇത്ര ഉള്ളൂ പറയുന്നത്, ഈ റേഷ്യോ പോലെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ 40 ഇവിടെ 60, ഇവിടെ 40 ഇവിടെ 60, രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് സിമിലറാണ്. അപ്പോൾ നമുക്ക് സിമിലർ ആണെന്ന് ഇങ്ങനെ എഴുതാൻ മതി. ഇത് ABC, ക്യാപിറ്റൽ ABC, ഇത് PQR ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും സിമിലർ ആണെന്ന് ഇങ്ങനെ പറയാം. നമുക്ക് സാറേ ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ല അത് മൈനസ് ആണ്, ഇങ്ങനെ എഴുതാൻ പറ്റും, ഈക്വൽ ആണ്, തുല്യമാണ്, അത് പറ്റില്ല. എങ്ങനെ എഴുതാം? ഇങ്ങനെ. ഏകദേശം സാറേ, ഏകദേശം കണ്ടെങ്ങനെ ഒരേ ട്രയാങ്കിൾ ആണ്, പക്ഷെ ഏകദേശം. അപ്പോൾ അതാണ് സിമിലർ അല്ലെ സദൃശ്യ ത്രികോണം എന്ന് പറയാം. അത് മനസ്സിലായി. ഇനി നോക്കേണ്ടത് എന്താണ്? ഇവിടെ നോക്കേണ്ടത് നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് ആണ്. നോക്കിയാൽ ഇവിടെ 40 ഡിഗ്രി ഉള്ള ഇവിടെ P 40, അപ്പോൾ Aയും Pയും കറക്റ്റ് സ്ഥാനത്ത് എഴുതി, കറക്റ്റാണ്. ഇവിടെ Bയിൽ 60ഉം Qയിൽ 60, അപ്പോൾ B ഉള്ളിടത്ത് Q ഉണ്ടാവണം രണ്ടാമത്, മൂന്നാമത് പിന്നെ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ആ കറക്റ്റ് സ്ഥാനത്തിന്. അപ്പോൾ ഇവിടെ ABC സിമിലർ ടു QRP എന്ന് എഴുതിയാൽ തെറ്റിപ്പോയി, കാരണം Aയും Q ആണോ സെയിം ആംഗിൾ? അല്ല. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ, ഇനി
മൂന്ന് സൈഡും സെയിം ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ എ എന്നുള്ളത് പി ആണെങ്കിൽ ഇൻറ്റു എന്തെങ്കിലും കെ എന്നായിരിക്കും, സി എന്നുള്ളത് ആറാണെങ്കിൽ വീണ്ടും ഇൻറ്റു കെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ബി എന്നുള്ളത് പി ക്യൂ ആണെങ്കിൽ ഇവർ സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് അതിനെ സ്കെയിലിംഗ് ഫാക്ടർ നോക്കി കെ എന്നോ ചിലപ്പോൾ ആറെന്നൊക്കെ പോയി, സെയിം സ്കെയിലിംഗ് ഫാക്ടർ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചോളാം. അപ്പോൾ അതിന് ലൈവ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നോക്കിയേ, രണ്ട് ട്രയാങ്കിൾ ആദ്യം സിമിലർ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കിയാൽ ഇവിടെ 40, 60, 40, രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ സിമിലർ, ഉറപ്പിച്ചോ. ഇത് 40, 60, ഇത് 80 ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇത് 80. അപ്പോൾ സിമിലർ ആണ്, സദൃശ്യ ത്രികോണങ്ങളാണ്. ഇനി 40ൻ്റെ ഓപ്പോസിറ്റ് 6. ഓക്കെ, ഇവിടെ 40ൻ്റെ ഓപ്പോസിറ്റ് 3. ഓ, അപ്പോൾ ഇതെന്താ സംഭവിച്ചത് നോക്കിയേ, 6 എന്നുള്ളത് പകുതിയായി. 6 എന്നുള്ളത് പകുതി. അപ്പോൾ ഞാൻ എന്താ, അതാണ് സ്കെയിലിംഗ് ഫാക്ടർ. ഇവിടെ എന്താണ് 6 എന്നുള്ളത് പകുതിയായി. അപ്പം സിമിലർ ട്രയാങ്കിൾസ് ആണ് രണ്ടും, സദൃശ്യ ത്രികോണങ്ങളാണ്. 40ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് 6, 40ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് 3. അപ്പോൾ പകുതി ആവുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഈ 80 ആണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക, അതിൻ്റെ പകുതി. വീണ്ടും സെയിം സ്കെയിലിംഗ് ഫാക്ടർ പകുതി. അപ്പോൾ ഇത്ര ഇവിടെ 5 സെൻറ്റിമീറ്റർ. ആൻഡ് 60ന് ഓപ്പോസിറ്റുള്ള 8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 60ന് ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി. അപ്പോൾ തന്നെ സംഭവിക്കുക 8 മാറിയിട്ട് പകുതി ആകുമ്പോൾ എന്താ സംഭവിക്കുക 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നും കൂടി നോക്കി വെച്ചാൽ പക്ക പെർഫെക്റ്റ്. ഓക്കെ, ഇനി സിമിലർ ട്രയാങ്കിൾസ് മൂന്നാമത്തെ ഒരു റൂളാണ്. നമുക്ക് 3 ആംഗിൾസ് അല്ലെങ്കിൽ 2 ആംഗിൾസ് ഈക്വൽ ആണ്, സിമിലർ ആണ്. ഓക്കെ, 3 സൈഡും സ്കെയിൽ ചെയ്യുന്ന സെയിം റേഷ്യോയിൽ അല്ലെങ്കിൽ സെയിം ഫാക്ടർ വെച്ചിട്ടാണ് സിമിലർ ആണ്. മൂന്നാമത്തത് എന്താണ്, രണ്ട് സൈഡ് ഓക്കെ അടുത്തടുത്താവണമെന്നില്ല. ഈ സൈഡ് രണ്ടെണ്ണം എടുക്കുക, അടുത്തടുത്താവും. ഇത് എടുത്താൽ അടുത്തടുത്ത്. എപ്പോഴും ട്രയാങ്കിളിൽ 2 സൈഡ് അടുത്തടുത്താവും. 2 സൈഡ് ഞാൻ ട്രയാങ്കിളിൽ എടുത്തു. അവരുടെ സ്കെയിൽ ചെയ്യുന്നത് സെയിം റേഷ്യോ. എന്നൊക്കെ ഇവിടെ പകുതിയാവുന്നു, ഇവിടെ പകുതിയാവുന്നു അല്ലേ, ആവുന്നു, ശരിയാണ്. അപ്പോൾ സ്കെയിൽ ചെയ്യുന്ന സെയിം റേഷ്യോ 2 സൈഡ്. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നോക്കിയാൽ 70, 70. ഇവിടെ നോക്കിയാൽ ഇവിടെ ഡബിൾ ആവുന്നു, ഇവിടെ ഡബിൾ ആവുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആവണം കേട്ടോ. ഈ 2 സൈഡും ഈ ആംഗിളും കാര്യമില്ല. ഓക്കെ, ഈ 2 സൈഡ് അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലും സിമിലർ ആണ്, അങ്ങനെയാണെങ്കിലും സദൃശ്യ ത്രികോണം. അപ്പോൾ നോക്കിയാൽ 2 സൈഡ്സ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഇതുണ്ടോ 8, 8, 8, 4. ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ, അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, സെയിം ഫാക്ടറിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ SAS സൈഡ് അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ വെച്ച് നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമിലർ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ 3 റൂൾസ് വെച്ച് ചെയ്യാം. SSS, AA, SAS. ഓക്കെ, അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കിയാൽ 2 ആംഗിൾ തന്നു, 20, 60. ഓക്കെ, 20, 60 നമുക്ക് തന്നു. അതുകൊണ്ട് തന്നെ 2 ആംഗിൾസ് ഈക്വൽ ആയിട്ട് നമുക്ക് സിമിലർ ആണെന്ന് മനസ്സിലായി. ഇത് നോക്കിയാൽ 16ൻ്റെ ഓപ്പോസിറ്റ് 2. ഇവിടെ 16ൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് അറിയില്ല. ഓക്കെ, നമ്മുടെ മൂന്നാമത് ഇവിടെ ഒരു ആംഗിൾ ഇല്ല. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ല, എനിക്ക് മടിയാണ്. നോക്കി 20, 60, 100 പക്ഷെ ഞാൻ കണ്ടുപിടിക്കുന്നില്ല. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് 40, 4. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് 8. ഓ, ഇപ്പോൾ ഇവിടെ 4, ഇവിടെ 8. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്കെയിലിംഗ് ഫാക്ടർ എന്താ, × 2. ഇവിടെ × 2. അപ്പം ഇവനും എന്താണ് × 2. അപ്പം 20ന് ഓപ്പോസിറ്റ് ഉള്ളത് 3 ആണെങ്കിൽ 20ന് ഓപ്പോസിറ്റ് ഉള്ള സെയിം സാധനം ഡബിൾ ആവും. അപ്പോൾ എത്ര 6 സെൻറ്റിമീറ്റർ. ഇവിടെ 60ന് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ അവൻ്റെ ഡബിൾ എത്ര വരിക, അവൻ്റെ ഡബിൾ 60ൻ്റെ ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഈ സംഭവം മനസ്സിലായി. പിന്നെ ലാസ്റ്റ് ഒരു കോൺസെപ്റ്റിന് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സ്കെയിലിംഗ് ഫാക്ടർ നോക്കിയാൽ XYZ. ഇവിടെയും XYZ സിമിലർ ട്രയാങ്കിളാ, സദൃശ്യ ത്രികോണങ്ങളാണ്. അപ്പോൾ നോക്കിയാൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ A ആണെങ്കിൽ ഇവിടെ സ്കെയിലിംഗ് ഫാക്ടർ 6 ആണെന്ന് വിചാരിക്കാം, വലുതാക്കുന്നതോ ചെറുതാക്കുന്നതോ. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് A ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ ഓപ്പോസിറ്റ് A × R. വൈൻ്റെ ഓപ്പോസിറ്റ് B ആണെങ്കിൽ വൈൻ്റെ ഓപ്പോസിറ്റ് B × R. സെഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ C × R ആണ്, ഇവിടെ C വെറും C. ആ സെയിം സ്കെയിലിംഗ് ഫാക്ടർ വർക്ക് ആവുന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. ഈ ചാപ്റ്റർ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയി കൊടുത്തിട്ടുണ്ട്. സിമിലർ ട്രയാങ്കിൾസ് ആവണമെങ്കിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൗട്ട് ആവും. ഒന്നെങ്കിൽ നമുക്ക് AA അഥവാ AAA വെച്ച് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ SSS സൈഡുകളെല്ലാം സ്കെയിൽ ചെയ്യുന്നത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ SAS വെച്ച് ചെയ്യാം. ഇത് 3 എണ്ണവും വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഒരെണ്ണമായി കഴിഞ്ഞാൽ ബാക്കി 3ഉം വർക്ക് ആവുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ഇതാണ് സിമിലർ അഥവാ സദൃശ്യ ത്രികോണങ്ങളുടെ പ്രോപ്പർട്ടി ആൻഡ് കോൺസെപ്റ്റ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ്റെ ലെവലിൽ വരാം. അതുപോലെ അത് കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റിനുള്ളിൽ കോൺസെപ്റ്റ്സും ഫോർമുലയും മനസ്സിലാക്കി. ഓൾ ദി ബെസ്റ്റ്. എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് വരണം. ഇങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.